ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഇങ്ങനെ താലിബാനിസമായിട്ട് നടക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അതിവിടെ വിലപ്പോവില്ല. കേസ് കൃത്യമായിട്ടുണ്ടാവും. റിമാൻഡ് ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് ഇപ്പം വരുന്ന വാർത്തകൾ ഈ 3 പേരല്ലാതെ വേറെ 2-3-4 പേരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ആരാണ്, അവരുടെ പേര് ഇവരുടെ എഴുതി വെച്ച കുറിപ്പിനകത്ത് ഉണ്ടോ ഇല്ലെന്നറിയാം. 3 പേരുടെ കാര്യങ്ങൾ വ്യക്തമായി അവരുടെ മരണക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പേര് പറഞ്ഞില്ലെങ്കിലും അവരുടെ എണ്ണങ്ങളോ അവരെത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് പിന്തുണ കൊടുത്ത ആൾക്കാരുടെ പേരാണ് അതും അവരെയും കസ്റ്റഡി എടുക്കേണ്ടി വരും പോലീസിന്. കാരണം മരണത്തിന് ഹേതുവായ കാരണം അത് പ്രേരണാകുറ്റം തന്നെ. അവരുടെ മനം നൊന്ത് അവർ ആത്മഹത്യ ചെയ്തതാണ്. ഇവരുടെ പ്രവൃത്തി മൂലം മനം നൊന്ത് ആത്മഹത്യ കൊണ്ട് തീർച്ചയായിട്ടും 10 വർഷം വരെ അകത്ത് കിടക്കാനുള്ള ഒരു കുറ്റം ചെയ്തു എന്ന് പ്രഥമ ദൃഷ്ടിയാൽ വെളിവാകുന്നുണ്ട്.